നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പരിക്കിൻ്റെ പിടിയിലുള്ള നെയ്മർ ജൂനിയർ അതിൽ നിന്ന് അതിവേഗം സുഖം പ്രാപിച്ച് വരികയാണ്. അദ്ദേഹത്തിൻ്റെ റിക്കവറിയുമായി ബന്ധപ്പെട്ട ഓരോ വാർത്തകളും വളരെ ആകാംക്ഷയോടുകൂടി ആരാധകർ ഉറ്റുനോക്കുന്നു. പ്രത്യേകിച്ച് കോപ്പ അമേരിക്ക അദ്ദേഹം കളിക്കുമോ എന്നുള്ളതാണ് അവർക്കറിയേണ്ടത്. ഏതായാലും പലതവണയായിട്ട് നെയ്മർ ജൂനിയർ തന്നെ അപ്ഡേറ്റുകൾ തന്നുകൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ, റിക്കവറിയുടെ ഭാഗമായിട്ടുള്ള എക്സസൈസിൻ്റെയും മറ്റുമൊക്കെയുള്ള വർക്കൗട്ടിൻ്റെയും ഒക്കെ വീഡിയോകൾ അദ്ദേഹം തന്നെ പുറത്തുവിട്ടിരുന്നു. ഇപ്പോഴിതാ മറ്റൊരു വാർത്ത കൂടി പുറത്തേക്ക് വരുന്നു. നെയ്മർ ജൂനിയർ ഇന്ന് റിയാദിലെത്തും. അദ്ദേഹത്തിൻ്റെ ക്ലബ്ബ് അൽ ഹിലാലാണ്, റിയാദ് ബേസ്ഡ് ക്ലബ്ബാണ്. ഇന്ന് അദ്ദേഹം സൗദി അറേബ്യയിലേക്ക് റിയാദിലേക്ക് എത്തും എന്നാണ് സൗദി അറേബ്യൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. അതിൽ പറയുന്നത് എങ്ങനെയാണ്: അൽ ഹിലാലിൻ്റെ സൂപ്പർ താരമായിട്ടുള്ള നെയ്മർ ജൂനിയർ ഇന്നലെയാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. അത് അവർ പറയുന്നത് നാളെ അൽ ഹിലാലിൻ്റെ സൂപ്പർ താരം റിയാദിലെത്തുമെന്നാണ്. ചുരുക്കത്തിൽ ഇന്ന് അദ്ദേഹം റിയാദിലെത്തും. അവിടെ ക്ലബിൻ്റെ മെഡിക്കൽ സ്റ്റാഫ് അദ്ദേഹത്തിൻ്റെ പ്രോഗ്രസ് മോണിറ്റർ ചെയ്യും. അദ്ദേഹത്തിൻ്റെ റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമിൻ്റെ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കും എന്നാണ് ഇപ്പോൾ സൗദി അറേബ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ചുരുക്കത്തിൽ അദ്ദേഹം അതിവേഗം സുഖം പ്രാപിച്ചു വരികയാണ്. തൻ്റെ ക്ലബിലേക്ക് അദ്ദേഹം എത്തുന്നു. അവിടെ വെച്ച് വീണ്ടും അവിടുത്തെ മെഡിക്കൽ സ്റ്റാഫ് മറ്റു കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്യും. ബാക്കി റിക്കവറിയുടെ ഇനിയുള്ള ഭാഗം എങ്ങനെ കൊണ്ടുപോകണം എന്ന കാര്യത്തിലൊരു തീരുമാനമെടുക്കും. ഹോപ്പ്ഫുള്ളി നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് കോപ്പ അമേരിക്ക അദ്ദേഹത്തിന് കളിക്കാൻ കഴിയണമേ എന്നുള്ള ഒരു പ്രത്യാശയിലാണ്. കോപ്പ അമേരിക്ക ജൂൺ 2ാം പകുതിയിലാണല്ലോ ആരംഭിക്കുന്നത്. പക്ഷേ ബ്രസീലിയൻ ഡോക്ടർ റോഡ്രിഗോ ലാസ്മർ നേരത്തെ പറഞ്ഞിരുന്നത് കോപ്പ അടക്കം നെയ്മർ ജൂനിയർക്ക് നഷ്ടമാവാനാണ് സാധ്യത. അടുത്ത സീസണോടുകൂടി അദ്ദേഹം പൂർണ്ണമായും ഫിറ്റ് ആവുകയുള്ളൂ എന്നാണ്. എങ്കിലും ഇപ്പോൾ അദ്ദേഹം ഓരോ പടികളും, റിക്കവറിയുടെ ഓരോ പടികളും ഇങ്ങനെ കടന്നു പോകുമ്പോൾ ആരാധകർ സ്വപ്നം കാണുന്നു നെയ്മർ ജൂനിയർ കോപ്പ അമേരിക്ക കളിക്കുമെന്ന്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.